ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് എനിക്ക് കാഞ്ഞിരംകുളത്ത് വെച്ചിട്ട് PSC എക്സാം ഉണ്ടായിരുന്നു. എനിക്ക് ഫയർ വുമണിൻ്റെ ഒരു എക്സാമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സാം കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങുമ്പോൾ അച്ഛൻ എന്തായാലും പറഞ്ഞു, അടുത്തല്ലേ കോവളം, കോവളത്ത് പോയിട്ട് വീട്ടിൽ പോവാന്ന്. അങ്ങനെ കോവളത്ത് പോയത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ 2ൽ പഠിക്കുമ്പോഴാണ് ലാസ്റ്റായിട്ട് കോവളത്ത് പോയത്. ഇപ്പോൾ വലുതായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഞാൻ 2ാം ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് വലിയ ഓർമ്മയില്ല, എന്നാലും ചെറിയ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിലുള്ള കോവളമല്ല ഇപ്പോൾ, വളരെ ഡെവലപ്മെൻറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോവളത്ത് സമുദ്ര ബീച്ച് വരുന്നുണ്ട്, പിന്നെ ഹവായ് ബീച്ച്, എനിക്ക് കറക്റ്റ് പേരറിയത്തില്ല. സമുദ്ര ബീച്ച് ഉണ്ട്, ലൈറ്റ് ഹൗസ് ബീച്ച് ഉണ്ട്, പിന്നെ വേറെ 2 പേരുകൂടെ ഉണ്ട്. ഗ്രൂം ബീച്ച് ഉണ്ട്, പിന്നെ ഒരു പേരുകൂടെ ഉണ്ട്, ഞാൻ മറന്നുപോയി. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ മെയിൻ അക്കൗണ്ടിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഷ്ണവി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, YXNAWEE. ആ അക്കൗണ്ടിൽ കയറി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബീച്ചസ് എല്ലാം കാണും. ഞാൻ പേര് സഹിതം സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബീച്ചിലെല്ലാം പോയി. വളരെ മനോഹരമായിരുന്നു അവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് പോയി ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ തിരമാലകൾ നമ്മൾ സാധാരണ ഒരു കടലിൽ പോകുന്ന പോലെയല്ല, നമ്മൾ ഒരു ആറ്റിലോ കായലിലോ വെള്ളത്തിൽ നിൽക്കുന്ന ഫീല് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. അപ്പം ഞാനിതിൽ വെള്ളം വന്നിട്ട് കാലിൽ അടിക്കുന്ന ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊരു തോട്ടിലോ കുളത്തിലോ നിൽക്കുന്ന അത്രയും ഫീലേ നമുക്ക് തോന്നത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോറിൻ ആൾക്കാരും അതുപോലെ തന്നെ മറ്റ് ആൾക്കാരും ഒക്കെ ഇവിടെ വന്ന് കുളിക്കാനൊക്കെ വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വ്യൂ ഇതാണ് കേട്ടോ, കണ്ടോ? ആ വെള്ളം കിടക്കുന്നുണ്ടല്ലോ, നമ്മൾ തോട്ടിലേക്ക് വെള്ളം പോലെയാണ്. നമുക്ക് കടലിൽ കൂടെയാണ് നടക്കുന്നതെന്ന് ആ ഒരു തോന്നലേ വരത്തില്ല. അത്രയ്ക്ക് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രിവാൻഡ്രംകാരല്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോവേണ്ട ഒരു സ്ഥലം തന്നെയാണ് ട്രിവാൻഡ്രത്തെ കോവളം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1, 2 അല്ല 4 ബീച്ചുകളാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സോ എല്ലാവരും അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ അവിടെ പോയാൽ നമുക്ക് സാധാരണ ഒരു ബീച്ചിൽ പോകുന്ന പോലെ തന്നെ ബീച്ചിൽ പോയി കപ്പലണ്ടിയും അതുപോലുള്ള ഒരുപാട് ഐസ്ക്രീംസൊക്കെ കഴിച്ചിട്ട് കടലിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്നുള്ളതല്ല. ഇവിടെ വേറെ മറ്റൊരുപാട് കാര്യങ്ങൾ, ഈ ഹോട്ട് എയർ ബലൂൺസ് പോലുള്ളതും പിന്നെ ഷിപ്പിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബോട്ടിങ്ങിനൊക്കെ ഓരോ കടൽ, ഇപ്പോൾ ഒരു കടൽ തുടങ്ങി, ഞാൻ പറഞ്ഞില്ലേ 4 കടലുണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ ഒരു കടൽ, ഇപ്പോൾ ലൈറ്റ് ഹൗസ് കടലിൽ നിന്ന് തുടങ്ങിയാൽ അതിൻ്റെ അപ്പുറത്തെ സമുദ്ര ബീച്ച് വരെ എത്തുന്ന ദൂരം അതിന് 1000. പിന്നെ അതിൻ്റെ അപ്പുറത്തെ ബീച്ചിലോട്ട് ഗ്രൂം ബീച്ചിലോട്ട് പോയാൽ വീണ്ടും 1500. പിന്നെ അതിന് തൊട്ടപ്പുറത്ത് ഒരു ബീച്ചുണ്ട്, ഞാൻ പേര് മറന്നുപോയ ബീച്ച്. ആ ബീച്ചിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 3000 റുപ്പീസ്. അപ്പോൾ ഷിപ്പിൽ നമ്മൾ കടലിലാണ് നമ്മളിങ്ങനെ ചുറ്റുന്നത്. നിങ്ങൾ ഒരിക്കലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇപ്പോൾ അമ്മ ഇന്ന് കൂടെ ഉണ്ടായിരുന്നു, എക്സാമിന് ഞാനും അച്ഛനെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മയും കൊണ്ട് ഒരു ദിവസം പോയി എന്തായാലും ഷിപ്പിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ കടലെല്ലാം കണ്ട് ടാറ്റ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ആൾക്കാർ ഫോളോ ചെയ്യാനും മറക്കരുത്. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോവളത്തിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടും വാക്കുകൾ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. എക്സാമിന് പോകുമ്പോൾ തന്നെ അധികം ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കോളേജിലെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് PSC നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ടെൻഷനോട് കൂടിയാണ് ഞാൻ ഇന്ന് പോയത്. അപ്പോൾ ഒരു ടെൻഷൻ്റെ ഒരു സ്ട്രെസ് ബസ്റ്റർ വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അച്ഛൻ ഇന്ന് കോവളത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ഓഫ് ദിസ് വോയിസ്. നമ്മുടെ ലച്ചുകുട്ടി ഇവിടെ ഭയങ്കര ബഹളമാണ്. മാളു ചേച്ചി പറഞ്ഞിട്ടൊന്നും അവൾ കേൾക്കുന്നില്ല, ഭയങ്കര ബഹളമാണ്. മാളു ചേച്ചി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോണിൽ നോക്കി എന്തൊക്കെയോ റീൽസൊക്കെ കണ്ട് ചിരിച്ചിരിപ്പാണ്. ഞാൻ വോയിസ് കൊടുക്കുകയാണ്, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സൗണ്ട് കുറച്ച് കാണണേന്ന് പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ആളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖമൊക്കെ വലിച്ച് കയറ്റി ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. ലച്ചുകുട്ടിയാണെങ്കിൽ ഇവിടെ ഭയങ്കര കളിയാണ്. അച്ഛൻ TV കാണുന്നു, അമ്മയും TV കാണുന്നു, എൻ്റെ ബ്രദർ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ വോയിസ് കൊടുക്കുന്നു. ഇതൊക്കെ എന്തിനാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നതല്ലേ. ആക്ച്വലി എനിക്ക് പറയാനായിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല.
ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വേറെ ഒന്നും പറയാനായിട്ടൊന്നും തീരുമാനിച്ചിട്ടുമില്ല. കോവളത്ത് പോയി അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസത്തെ. പിന്നെ എൻ്റെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ എടുത്ത് പറയുകയാണ്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ചില ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് പോയിക്കോ. കമൻറ്റ് അടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ. ലൈക്കല്ലേ ചെയ്യാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് നേരമായിട്ട് ഞാൻ ഈ കാര്യം തന്നെ ഞാൻ എടുത്തെടുത്ത് പറയുകയാണല്ലേ. ഇത്രയേ ഉള്ളൂ. ആക്ച്വലി എനിക്കിപ്പോൾ പറയാനൊന്നും കിട്ടുന്നില്ല, പക്ഷേ വീഡിയോയുടെ ലെങ്ത് കുറച്ച് അധികമുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയുന്നില്ല, ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. ബൈ.